So once again, warm welcome, my friends. So in the last class, we discussed about social hierarchies and the social stratifications, how the society stratified, and there was kings, senate, equites, middle class, and the lower class, and the middle class name was respectable, and the lower class humiliors, and at the last slaves. So in this today's class, we will discuss about how was the monetary system of Roman Empire and the late antiquity. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയായിരുന്നു മോണിറ്ററി സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ ഹൈറാർക്കീസിൻ്റെ അടിയിൽ തന്നെയുള്ളൊരു സാധനമാണ് കേട്ടോ മോണിറ്ററി സിസ്റ്റം. How was the monetary system? മോണിറ്ററി സിസ്റ്റം എന്നതുകൊണ്ട് നാം സാധാരണ നിലയ്ക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെയായിരുന്നു അവിടുത്തെ കോയിനേജ്, എന്തൊക്കെയായിട്ടായിരുന്നു അവിടുത്തെ ആളുകൾ മണിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിനെക്കുറിച്ച് ശേഷം വേറൊരു കാര്യം വരുന്നുണ്ട്, നമുക്ക് അപ്പോൾ പഠിക്കാം. ഇപ്പോൾ പഠിക്കാനുള്ളത് ഏകദേശം ടിൽ ദ 3rd century റോമിൽ ഉപയോഗിച്ചിരുന്നത് സിൽവർ ബേസ്ഡ് ആയിട്ടുള്ള എക്കോണമി ആയിരുന്നു. The silver was the base of economic activities of Rome. സിൽവർ ബേസ് ചെയ്തിട്ടുള്ള കോയിൻസുകളായിരുന്നു റോമൻ കിങ്ഡത്തിൽ ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, സിൽവർ ബേസ് ചെയ്തിട്ടുള്ള. അതിൽ നിന്ന് പക്ഷേ കുറേ കാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സിൽവർ കിട്ടിയിരുന്ന സ്പാനിഷ് സിൽവർ മൈനിലുള്ള സിൽവർ ഇല്ലാതാവുകയും എക്സോസ്റ്റ് ആവുകയും സോ എന്തുണ്ടായി, അടുത്തതായിട്ട് അവർക്ക് പുതിയ നിലയ്ക്കുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് വരണം. അപ്പോൾ ആ സമയത്ത് കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് പുതിയൊരു മോണിറ്ററി സിസ്റ്റത്തിലേക്ക് വന്നു. എന്ത് ബേസ് ചെയ്തിട്ടുള്ള? ഗോൾഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കോൺസ്റ്റന്റൈൻ്റെ കാലത്ത്. ഗോൾഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പോൾ റോമൻ ബ്യൂറോക്രസി, അന്നവിടെ രാജഭരണത്തിന് കീഴിലുള്ള ധാരാളം ബ്യൂറോക്രാറ്റ്സിന് അവർക്ക് ഗോൾഡ് ബേസ് ചെയ്തിട്ടുള്ള സാലറിയും വേജുമാണ് നൽകിയിരുന്നത്. സോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ വലിയ നിലയ്ക്കുള്ള ഒരു വേജാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അത് അവർ ഇൻവെസ്റ്റഡ് ടു ബൈ ലാൻഡ്സ്. റോമൻ ബ്യൂറോക്രസി അത് ഇൻവെസ്റ്റ് ചെയ്തത് എന്താണ്? ടു ബൈ ലാൻഡ്സ്, സ്ഥലം വാങ്ങാൻ, മറ്റുള്ള എൻജോയ്മെൻറ്റ്സിനൊക്കെയാണ് അവർ ഈ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഒരു മോണിറ്ററി സിസ്റ്റം ഉണ്ടാകിയാൽ സ്വാഭാവികമായിട്ട് അതിന് മറുവശത്ത് വേറെ ഒരു കാര്യം ഉണ്ടാവും. എന്തായിരിക്കും അത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ? ഏകദേശം 2000 ദ ഫസ്റ്റ് ഡെക്കേഡ്സ് ഓഫ് 21st century എന്തായിരുന്നു? ഒരു പാർട്ടി ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു എഗെയിൻസ്റ്റ് കറപ്ഷൻ. സോ അതേപോലെ റോമിൽ അന്നുണ്ടായിരുന്ന ഒരു പ്രശ്നം, ചെറിയൊരു പ്രശ്നമായിരുന്നു കറപ്ഷൻ. അതായത് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുക? കറപ്ഷൻ ഉണ്ടാവുക. മറ്റുള്ളൊരു സാധനം മിലിറ്ററി സപ്ലൈസിലും ജുഡീഷ്യൽ സിസ്റ്റത്തിലും എന്ത് ചെയ്യുക? കറപ്ഷൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ സ്റ്റേറ്റ് എന്ത് ചെയ്തിരുന്നു? ശക്തമായിട്ടുള്ള ആൻറ്റി കറപ്ഷൻ സെറ്റപ്പുകളും ചെയ്തിരുന്നു. ബട്ട് സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധികളുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങൾ സ്റ്റേറ്റ് വിജയിക്കും, ചില കാര്യങ്ങൾ സ്റ്റേറ്റ് വിജയിക്കില്ല. ഏതായാലും അവിടെ കറപ്ഷൻ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുകയുണ്ടായി കറപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, സ്റ്റേറ്റ് കറപ്ഷനെതിരെ ധാരാളം കാര്യങ്ങൾ എടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യുവാൻ നിയമം വേണം. സോ അവിടെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കും, റോമിൽ എന്തുണ്ടായിരുന്നു? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോ ഉണ്ടായിരുന്നു.
ലോ എന്നുള്ളത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് റോമൻ ലോ. അതായത് ഇവൻ എംപറേഴ്സ് പോലും എന്തില്ല, എനിക്ക് ലോ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എംപറേഴ്സിന് പോലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മറിച്ച് അവരും ലോയിൽ അവോയ്ഡ് ചെയ്യപ്പെട്ട ആളുകളായിരുന്നു. അവർക്ക് ലോനെ തട്ടി മാറ്റിയിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു കൊള്ളണം എന്നില്ലായിരുന്നു. മറിച്ച് ധാരാളം ആളുകൾ ലോ വെച്ചിട്ട് ആളുകളുടെ സിവിൽ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള പല നിലയ്ക്കുള്ള അവകാശങ്ങളും അന്നത്തെ റോമിലുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു അന്നത്തെ റോമൻ ലോ. സോ ഈ സോഷ്യൽ ഹയറാർക്കി എന്ന് പറയുന്ന ഒരു ടൈറ്റിലിനടിയിലുള്ളതായിരുന്നു. മൂന്ന് നാല് നിലയ്ക്കുള്ള സോഷ്യൽ സ്ട്രാറ്റകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. സെനറ്റേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, ഇക്വേഡ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇത് കഴിഞ്ഞ ക്ലാസ്സിലെയാണ്. മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് സംസാരിച്ചു, ലോവർ ക്ലാസ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് എങ്ങനെയായിരുന്നു, ഹൗ വാസ് ദ മോണിറ്ററി സിസ്റ്റം. ഫസ്റ്റ്ലി ദർ വാസ് സിൽവർ ബേസ്ഡ് എക്കോണമി ആയിരുന്നു. സോ വൺസ് ദ mints of Spain's silver mines exhausted, in the time of Constantine they changed to gold based economy. So Roman bureaucracy already paid with in a gold, so they invested in lands. And അടുത്ത കാര്യം നമ്മൾ കറപ്ഷനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ റോമൻ ലോനെ കുറിച്ച് പറഞ്ഞു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലേറ്റ് ആൻറ്റിക്വിറ്റീനെ കുറിച്ചാണ്. അതായത് ആഫ്റ്റർ 3rd century. നാം ഇത്രയും കാലം ഏർലി റോമൻ എംപയറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഏർലി റോമൻ എംപയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 3rd century വരെയുള്ള ഒരു പീരീഡാണല്ലോ. അപ്പോൾ 3 to 7 അല്ലെങ്കിൽ 4 to 7, 3ാം സെഞ്ചുറിയുടെ അവസാനം അല്ലെങ്കിൽ 4 to 7, 4ാം സെഞ്ചുറിയുടെ തുടക്കം മുതൽ ഉള്ള ഒരു 7th century വരെയുള്ള ഒരു 3-4 നൂറ്റാണ്ടുകളെ കുറിച്ചാണ് അടുത്ത നമുക്ക് പഠിക്കുവാനുള്ളത്. അതിൻ്റെ ടൈറ്റിലാണ് ലേറ്റ് ആൻറ്റിക്വിറ്റി. സോ ഫ്രണ്ട്സ്, വി ഓൾറെഡി ടോൾഡ് അബൌട്ട് so many very interesting things around early Roman Empire. So finally we have to move to late Roman Empire. So that is late antiquity. In this title we will discuss about how was the Rome in between 4th and 7th century. What are the changes that have appeared in this period? What are the difference between late and early empires? Is there any kind of economic differences, or is there any kind of cultural differences? So these are the things we are going to discuss. ഈ ഒരു ടോപ്പിക്കിൽ നാം സംസാരിക്കുന്നത് ഏകദേശം 4th century മുതൽ 7th century വരെയുള്ള, അല്ലെങ്കിൽ 3rd centuryയുടെ അവസാനം മുതൽ 7th century വരെയുള്ള റോമിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്ന നാം ആദ്യത്തെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റ്, അതായത് ഏർലി എംപയർ ആണ് 3rd century വരെ ഉള്ളത്. അതിനുശേഷമുള്ളത് ലേറ്റ് റോമൻ എംപയർ ആണ് എന്നാണ് നാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു കൾച്ചറലും എക്കോണമിക്കലുമായിട്ടുള്ള ചേഞ്ചുകൾ എന്തൊക്കെയായിരുന്നു റോമൻ എംപയറിൽ 4th മുതൽ 7th century വരെ സംഭവിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? What are the cultural developments in Rome that happened in Rome? Just like in the case of religion, there was a very tremendous change that happened by the coming of Constantine. That we already said about that. He converted into Christianity. By the 5th century, the Roman Emperor Constantine converted into Christianity, and the Christianity became the official religion of Roman Empire. After that, the Roman Empire known as the Holy Roman Empire. After Christianity, the Roman Empire known as the Holy Roman Empire. So Christianity became the official religion of Roman Empire.
സോ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചതിന് ശേഷം വലിയൊരു മാറ്റമാണ് ലേറ്റർ റോമിൽ ഉണ്ടായത്. അതായത് ക്രിസ്ത്യാനിറ്റി എന്നുള്ള അല്ലെങ്കിൽ ക്രിസ്തു മതം റോമിൻ്റെ ഒഫീഷ്യൽ മതമായി മാറുകയുണ്ടായി. ക്രിസ്തു മതം ഏകദേശം 5th സെഞ്ച്വറിക്ക് ശേഷം നടന്ന കാര്യങ്ങളാണിത്. അതേപോലെ തന്നെ ഏകദേശം 7th സെഞ്ച്വറിയോടുകൂടി റോമിൻ്റെ ഇസ്ലാമിൻ്റെ ആവിർഭാവം ഉണ്ടാവുകയും 7th സെഞ്ച്വറിയോടുകൂടി റോമിൻ്റെ പല പ്രൊവിൻസസുകളിലും ഇസ്ലാമിൻ്റെ ഉത്ബോധനങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു റിലീജിയൻ്റെ കേസിലുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേതായിട്ട് എക്കോണമിയുടെ കേസിൽ എന്തൊക്കെയായിരുന്നു വ്യത്യാസങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ റിലീജിയൻ പറഞ്ഞു, ഇനി എക്കോണമി പറയുമ്പോൾ നാം 2 പ്രധാനപ്പെട്ട രാജാക്കന്മാരെ എടുത്തിട്ടാണ് അന്നത്തെ ഈ വലിയൊരു ടൈം സ്പാനിലുള്ള എക്കോണമിയെ അനലൈസ് ചെയ്യുന്നത്. ചില ആളുകൾ വളരെയധികം ടാക്ടിക്സോടുകൂടി എക്കോണമിയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു രാജാവിൻ്റെ പേരാണ് ഡയോക്ലീഷ്യൻ. ഏകദേശം 284 മുതൽ 305 വരെ ജീവിച്ചിരുന്ന റോമിലെ പ്രധാനപ്പെട്ട ഒരു എംപറർ ആണ് ഡയോക്ലീഷ്യൻ. ഇനി അദ്ദേഹം എന്തൊക്കെയാണ് റോമിൻ്റെ എക്കോണമിക്ക് വേണ്ടി നടപ്പിൽ വരുത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ റോമിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കുവാനുള്ളത്. അപ്പോൾ നാം റിലീജിയനിലുള്ള ഡിഫറൻസുകൾ അല്ലെങ്കിൽ റിലീജിയൻ്റെ കേസിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു. ക്രിസ്ത്യാനിറ്റി വന്നു, ഇസ്ലാം വന്നു. എക്കോണമിയുടെ കേസിൽ നാം പ്രധാനപ്പെട്ട 1-2 ആളുകളെ നാം എന്ത് ചെയ്യും പറയും. അതിൽപ്പെട്ട ഒരാളാണ് ഡയോക്ലീഷ്യൻ. ഏകദേശം 284 to 305 വരെ ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ഫസ്റ്റായിട്ട് ഡയോക്ലീഷ്യൻ ചെയ്ത് ഓവർ എക്സ്പാൻഷൻ അദ്ദേഹം എന്ത് ചെയ്തു, ഓവർ എക്സ്പാൻഷൻ നിർത്തി. ഡയോക്ലീഷ്യൻ മനസ്സിലായത് ഇനിയും ഈ എംപയർ എക്സ്പാൻഡ് ചെയ്തു പോയാൽ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് അൺനെസസറി ആയിട്ടുള്ള ഒരു മൂവായിരിക്കും, അല്ലെങ്കിൽ അത് ഇവിടുത്തെ എക്കോണമിയുടെ നടുവൊടിക്കുന്ന ഒന്നായിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം റീഓർഗനൈസ്ഡ് ബൗണ്ടറീസ്. രാജ്യത്തിൻ്റെ ബൗണ്ടറികളൊക്കെ അദ്ദേഹം റീഓർഗനൈസ് ചെയ്തു. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, കുറേ സ്ഥലത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഭൂമികൾ ഉണ്ടാവും, അത് ആവശ്യമില്ലാത്ത പ്രൊവിൻസുകളോ ആവശ്യമില്ലാത്ത പ്രവിശ്യകളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. എക്കോണമിക്കലി ലാഭകരമല്ലാത്ത പ്രൊവിൻസസുകളൊക്കെ അദ്ദേഹം വേണ്ട എന്ന് വെച്ചു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഇത് ഫോർട്ടിഫൈഡ്. അദ്ദേഹം ഫോർട്ടിഫൈ ചെയ്തു. അദ്ദേഹത്തിൻ്റെ അതിർത്തികളെ ഉള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അദ്ദേഹം കോട്ടകളാക്കി മാറ്റുകയുണ്ടായി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഹി സെപ്പറേറ്റഡ് മിലിറ്ററി ആൻഡ് സിവിലിയൻ. സിവിലിയൻ ലൈഫും മിലിറ്ററി ലൈഫും അദ്ദേഹം എന്ത് ചെയ്തു, രണ്ടാക്കി തരം തിരിച്ചു. അതായത് സിവിലിയൻ ലൈഫിലുള്ള ഒരാൾക്ക് മിലിറ്ററിയുടെ കാര്യങ്ങളിലേക്ക് എത്തി നോക്കുവാനോ, അല്ലെങ്കിൽ മിലിറ്ററി ഉള്ള ഒരാളുകൾക്ക് സാധാരണ ഒരു സെനറ്റിൻ്റെ കാര്യങ്ങളോ അങ്ങനെ ഒന്നും നോക്കുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് രണ്ടിനെ 2 ഇൻസ്റ്റിറ്റ്യൂഷനാക്കി അദ്ദേഹം സെപ്പറേറ്റ് ചെയ്തു. ഞാൻ സെപ്പറേറ്റ് എന്ന് എഴുതുള്ളൂ, നിങ്ങളത് മനസ്സിലാകും. സെപ്പറേറ്റ് എന്ത് ചെയ്തു, മിലിറ്ററി ആൻഡ് സിവിലിയൻ ലൈഫ്. സോ ഈ ഒരു കാര്യം ചെയ്തതോടുകൂടി മിലിറ്ററി എന്ത് ചെയ്തു, മോർ പവർഫുള്ളായി. കുറേ കാലം സെനറ്റ് മിലിറ്ററിയുടെ കാര്യങ്ങൾ ഇതൊക്കെ ഇടപെട്ടിരുന്നു. പക്ഷേ ഈ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി മിലിറ്ററി പവർഫുള്ളായി മാറുകയുണ്ടായി. അടുത്തതായിട്ട് നാം ഇപ്പോൾ ഡയോക്ലീഷ്യൻ്റെ കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് കോൺസ്റ്റന്റൈൻ. രണ്ടാമത്തെ ആളാണ് കോൺസ്റ്റന്റൈൻ. കോൺസ്റ്റന്റൈനെ കുറിച്ച് പറഞ്ഞു. കോൺസ്റ്റന്റൈനാണ് ക്രിസ്ത്യാനിറ്റി ആക്സെപ്റ്റ് ചെയ്ത് ഒഫീഷ്യൽ റിലീജിയൻ ആക്കിയത് എന്ന് പറഞ്ഞു.
അതേപോലെ തന്നെ മോണിറ്ററിൻ്റെ കേസിൽ നാം ഗോൾഡ് ആദ്യമായിട്ട് ഗോൾഡ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു എക്കോണമി കൊണ്ടുവന്ന ആൾ കോൺസ്റ്റന്റൈൻ ആണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചാൽ എഴുതാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം കൊണ്ടുവന്ന ഒരു കോയിൻ, അതിന് പറയുന്ന പേരാണ്, ചിലപ്പോൾ എക്സാമിന് ചിലപ്പോൾ വൺ വേർഡായിട്ട് ചിലപ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ സോളിഡസ് എന്നാണ് പറയുന്നത്. ഏകദേശം അദ്ദേഹം കൊണ്ടുവന്ന ഗോൾഡ്, പ്യുവർ ഗോൾഡ് ആയിട്ടുള്ള ഏകദേശം സോൾഡസ് എന്ന് പറഞ്ഞ കോയിൻ ഓഫ് 4.5 gram ഓഫ് പ്യുവർ ഗോൾഡ്. 4.5 gram ഓഫ് പ്യുവർ ഗോൾഡ് ആണ് എന്ത്, സോളിഡസ്. ഇങ്ങനെ കോൺസ്റ്റന്റൈൻ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരമായിരുന്നു എന്ത്, ഗോൾഡ് ബേസ് ചെയ്തിട്ടുള്ള എക്കോണമി. അതിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കോയിനാണ് സോളിഡസ് കോയിൻ. ഏകദേശം 4.5 gram ഓഫ് പ്യുവർ ഗോൾഡ് ആണ് സോളിഡസ്. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന വളരെ ഒരു പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള അടുത്തൊരു നീക്കമായിരുന്നു സെക്കൻഡ് ക്യാപിറ്റൽ. എന്ത് ചെയ്യുക, റോമൻ എംപയറിന് രണ്ടാമതൊരു ക്യാപിറ്റൽ വേണമെന്ന് അദ്ദേഹം, അപ്പോൾ ഒന്നും ഇത് രണ്ട് എന്ത് ചെയ്യുക, സെക്കൻഡ് ക്യാപിറ്റൽ. അതിൻ്റെ പേരാണ് സെക്കൻഡ് ക്യാപിറ്റൽ. കുറച്ചും കൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന നിലയ്ക്ക് എഴുതുവാണെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ. അതായത് ഇന്നത്തെ തുർക്കിയിലുള്ള സ്ഥലമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ക്യാപിറ്റലാക്കി മാറ്റുകയുണ്ടായി. സ്വാഭാവികമായിട്ട് ഒരു ക്യാപിറ്റൽ ഉണ്ടായാൽ അവിടെ ധാരാളം നിലയ്ക്കുള്ള ഫങ്ഷണറീസ് വേണം, ജോലിക്കാർ വേണം, അതുപോലെ തന്നെ അവിടെ സെനറ്റ് വേണം, ധാരാളം കാര്യങ്ങൾ വേണം. സ്വാഭാവികമായിട്ട് ഈ അതിന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങൾക്ക് എന്ത് ചെയ്യും, ഉണർവേകുകയുണ്ടായി. ഇന്നലെ നാം ആൻറ്റിയോക്കിനെ കുറിച്ച് പറഞ്ഞു, ബൈസന്റേനിയം, അതുപോലെ തന്നെ 2-3 വേറെ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിറ്റികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ സെക്കൻഡ് ക്യാപിറ്റലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിലെ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അദ്ദേഹം ഏർപ്പെടുത്തുകയുണ്ടായി. അതായത് ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ നടത്തുകയുണ്ടായി. ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ അദ്ദേഹം നടത്തുകയുണ്ടായി. അതായത് അവിടെ ധാരാളം ഓയിൽ പ്രോസസ്സുകൾ വന്നു, ഗ്ലാസ് ഫാക്ടറികൾ വന്നു, സ്ക്രൂ പ്രോസസ്സുകൾ വന്നു, വാട്ടർ മില്ലുകൾ വന്നു. ഏറ്റവും പ്രധാനമായിട്ട് ലോങ് ഡിസ്റ്റൻസ് ട്രേഡിനുള്ള ഇടത്താവളങ്ങളും ധാരാളം കാര്യങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനുമുള്ള ഒരു ഇടത്താവളങ്ങളായിട്ട് റോമിൻ്റെ പല സിറ്റികളും മാറുകയുണ്ടായി. ഇതൊക്കെയാണ് കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായത് ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും, അർബൻ പ്രോസ്പെരിറ്റി ഉണ്ടാവും. അർബൻ പ്രോസ്പെരിറ്റി എന്നുള്ള സാധനം ഉണ്ടാവും. അർബൻ പ്രോസ്പെരിറ്റി അതായത് ഇത്രമാത്രം എക്കോണമിക് ആക്ടിവിറ്റീസുകളും തുടങ്ങിയ ധാരാളം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ കൈകളിലൊക്കെ ധാരാളം വെൽത്ത് ചെന്ന് ചേരും. ജനങ്ങൾ സ്വാഭാവികമായിട്ടും ലക്ഷൂറിയസ് ആവും, അവരുടെ ലൈഫ് കൂടുതൽ ലക്ഷറി ചേർന്നതാവും, അവരുടെ ആർക്കിടെക്ചറുകൾ, അവരുടെ ബിൽഡിങ്ങുകൾ, അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം വളരെ ഉയർന്ന തോതിലുള്ളതാവും. സോ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരാളം എവിഡൻസുകളൊക്കെ അന്നത്തെ ബിൽഡിങ്ങുകൾ അങ്ങനത്തെ ഉള്ള സാധനങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരാളം എവിഡൻസുകൾ കിട്ടുന്നത്. മറ്റൊരു എവിഡൻസ് കിട്ടുന്നത് അന്നത്തെ റൂറൽ എസ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ആ റൂറൽ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻകം അത് ഗോൾഡിലായിരുന്നു. സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് വലിയൊരു നിലയ്ക്കുള്ള ടാക്സ് ആയിരുന്നു. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് അല്ലെങ്കിൽ അന്നത്തെ വലിയൊരു ഏരിയയിൽ നിന്ന് ഏകദേശം 2.5 മില്യൺ സോൾഡിന് എന്നാണെന്ന് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോളിഡസ് എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഏകദേശം 2.5 മില്യൺ സോളിഡസ് കോയിനാണ് ഏകദേശം ഒരു കൊല്ലം മാത്രം റോമൻ എംപയറിലേക്ക് ടാക്സ് ആയിട്ട് മാത്രം കിട്ടിയിരുന്നത്. 2.5 മില്യൺ, ഏകദേശം 3500 പൗണ്ട് ഗോൾഡിൻ്റെ അത്രയും വരും ഇത്. സോ ഇത്രമാത്രം വലിയൊരു എനോർമസ് ആയിട്ടുള്ള
വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എക്കോണമി ആയിരുന്നു റോമൻ എംപയർ. സോ നമ്മൾ എക്കോണമീനെ കുറിച്ച് പറഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള റിലീജിയനെ കുറിച്ചാണ്. നാം നേരത്തെ തന്നെ റിലീജിയനെ കുറിച്ച് പറഞ്ഞായിരുന്നു. റിലീജിയൻ ആസ്പെക്ട്സിൽ വരുന്ന ഡിഫറൻസുകൾ, മറിച്ച് നമ്മൾ ട്രഡീഷണൽ റിലീജിയനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ട്രഡീഷണൽ റിലീജിയനെ കുറിച്ചാണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. ട്രഡീഷണൽ റിലീജിയൻസിനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു, ഇസ്ലാമൊക്കെ പിന്നെ സമയത്ത് വന്നിരുന്നത്. പക്ഷെ അതിനൊക്കെ മുമ്പ്, എത്രയോ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകളുടെ വിശ്വാസം ദേവർ പോളിത്തിസ്റ്റ്. അവർ പോളിത്തിസ്റ്റുകളായിരുന്നു. എന്താണ് പോളിത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മൾട്ടിപ്പിൾ കൾട്ടിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആരാധനയും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളുകളെ ആരാധിക്കുകയും അവർക്ക് പല നിലയ്ക്കുള്ള ദൈവങ്ങളുണ്ടായിരുന്നു, പല കാര്യങ്ങളായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. അതിന് പറയുന്ന പേരാണ് പോളിത്തിസ്റ്റ്. അവരുടെ ദേവതകൾ പല നിലക്കുണ്ടായിരുന്നു. ഏകദേശം 1000കണക്കിന് ടെമ്പിൾസ് ഉണ്ടായിരുന്നു റോമിൽ. അവിടെ സ്വാഭാവികമായിട്ടും ധാരാളം ഗോഡ്സുകൾ ഉണ്ടായിരുന്നു. ജൂപ്പിറ്റർ, ജൂണോ, മിനർവ, മാർസ്, അതൊക്കെ അന്നത്തെ ഗോഡുകളായിരുന്നു. ജൂപ്പിറ്റർ, ജൂണോ, മിനർവ, മാർസ്, ഇതൊക്കെ അന്നത്തെ ഗോഡുകളായിരുന്നു. അവിടെ തന്നെ ഉണ്ടായിരുന്ന വേറൊരു മതമായിരുന്നു ജൂതായിസം. ജ്യൂസുകൾ അവിടെ ഉണ്ടായിരുന്നു. ജ്യൂസുകൾ എന്ന് പറഞ്ഞാൽ അവരൊരു മോണോലിത്തിക് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒറ്റ രീതിയിൽ മാത്രം മതത്തെ കാണുന്നവർ. കുറച്ചും കൂടെ വിശദമാക്കി പറഞ്ഞാൽ അവരുടെ മതത്തിൻ്റെ ഇടയിൽ തന്നെ എന്തുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ധാരകളുണ്ട്, വ്യത്യസ്ത ചിന്ത അഭിപ്രായമുള്ളവരുണ്ട്. അതിനാണ് അങ്ങനെ ഉള്ള ഒരു ജ്യൂസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനത്തെ അല്ലായിരുന്നു മോണോലിത്തിക്സ്, അവരെന്തായിരുന്നു മോണോലിത്തിക്സ്, അതായത് ഒറ്റ ജൂതമതം മാത്രമേ ഉള്ളൂ, വേറൊരു വേ ഇല്ല, ജൂതമതത്തിൽ ഒറ്റ ചിന്താധാര മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അല്ലായിരുന്നു അവർ. മോണോലിത്സ് അല്ലായിരുന്നു അവർ. ദേ വേർ നോട്ട് മോണോലിത്തിക്. അവർ മോണോലിത്തിക് ജ്യൂസ് അല്ലായിരുന്നു, മറിച്ച് അവർ ധാരാളം വ്യത്യസ്ത ധാരകളിലുള്ള ജൂതായുസത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നു അവർ. പിന്നെ നാം ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം പറഞ്ഞു. ലാസ്റ്റായിട്ട് പോളിത്തീസത്തിനെ കുറിച്ച് നാം പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനിറ്റി വന്നു എന്ന് പറഞ്ഞു. ക്രിസ്ത്യാനിറ്റി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പോളിത്തീസത്തിനെ ധാരാളം എതിർക്കുകയുണ്ടായി. ധാരാളം വാറുകളൊക്കെ ബിഷപ്പുമാരുടെ കീഴിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സോ എന്നിരുന്നാലും ഏകദേശം 7-ാം നൂറ്റാണ്ടിലോ ഇസ്ലാം വന്നതോടുകൂടി അവിടെ there were a big challenge to Christianity, Roman Empire and the whole Rome. ഇസ്ലാം വന്നതോടുകൂടി റോമിന് വലിയ നിലയ്ക്കുള്ള ഒരു ചാലഞ്ച് രൂപപ്പെടുകയുണ്ടായി. അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ സംസാരിക്കാം. അതിനു മുമ്പായിട്ട് എന്തുകൊണ്ടൊക്കെയാണ് ഈ റോമൻ എംപയർ തകരാനുള്ള കാരണം? നാം ഇന്നലെ തന്നെ ഏകദേശം അതിനെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വെസ്റ്റേൺ റോം തകരാനുള്ള കാരണം ധാരാളം ജർമാനിക് ട്രൈബൽസ്, വാണ്ടാൾസ് ആകട്ടെ, ലോംബാർഡ്സ് ആകട്ടെ, ഗോട്ട്സ് ആകട്ടെ, വിസിഗോസ് ആകട്ടെ, ഇതുപോലത്തുള്ള ധാരാളം ട്രൈബുകൾ വന്ന് ആക്രമിക്കുകയും അതുപോലെ തന്നെ ഏകദേശം അറബുകൾ ഏകദേശം 711 സ്പെയിൻ ആക്രമിച്ചു. അതുപോലെ തന്നെ ഫ്രാൻസ് ഗൗൾ ആക്രമിച്ചു ഏകദേശം 617 ഫ്രാൻസ്. ലോംബാർഡ്സ് ഏകദേശം ഇറ്റലി ആക്രമിച്ചു 774 തുടങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്തു, ഈ പറയുന്ന റോമൻ എംപയറിനെ ആക്രമിക്കുകയും ഇങ്ങനെ ധാരാളം ആക്രമണങ്ങൾ. അതുപോലെ തന്നെ ഇറാനിലുള്ള ഏകദേശം 7th സെഞ്ച്വറിയിലുണ്ടായിരുന്ന ഇറാനിയൻ കിങ്ഡം എന്ത് ചെയ്തു, അവർ ദേ വെർ കോൺസ്റ്റൻ്റ്ലി ഇൻ എ വാർ വിത്ത് റോമൻ എംപയർ. സോ ഇങ്ങനെയുള്ള ധാരാളം ഒരേ സമയത്ത് തന്നെ ധാരാളം വാറ് ആയിട്ട് മുന്നോട്ട് പോയ റോമൻ എംപയറിന് ഏകദേശം 7th സെഞ്ച്വറിയോടുകൂടി അതിൻ്റെ തകർച്ചയുടെ പക്കിലേക്ക് എത്തുകയുണ്ടായി. സോ ഇതൊക്കെയാണ് റോമൻ എംപയറിനെ കുറിച്ചുള്ള നാം ഏകദേശം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത
ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. റോമൻ എംപയറിനെതിരെ ശക്തമായിട്ട് വന്നൊരു അതിൻ്റെ എതിരാളിയായിട്ട് വന്നൊരു സാധനമായിരുന്നു അറബ് എംപയർ. അറബ് എംപയറിനെ കുറിച്ചാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത്. ഇന്നത്തെ വിഷയം ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട നാം ഇന്നത്തെ ഈ വോൾ ചാപ്റ്ററിൽ എംപയർ എന്ന് പറഞ്ഞിട്ട് റോമൻ എംപയറിൽ പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചോദിക്കുമെന്ന് നമുക്ക് നിർബന്ധമായിട്ട് നാം അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വൈ തേർഡ് സെഞ്ചുറി, എന്തുകൊണ്ടാണ് തേർഡ് സെഞ്ചുറി ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കണം. അതുപോലെ സ്ലേവറിനെ കുറിച്ചുള്ള പാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് കൃത്യമായിട്ട് നോക്കേണ്ട ഒരു പാർട്ടാണ്. ഹൗ വാസ് ദി എക്കോണമി, എങ്ങനെയായിരുന്നു എക്കോണമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ചിലപ്പം ഒരു ലോങ് എസ്സേ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, ചിലപ്പം ജെൻഡർ, ലിറ്ററസി, അതുപോലെ തന്നെ കൾച്ചറിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ റോമും ഇറാനും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താണ് ഇക്വേറ്റ്സ് എന്താണെന്ന് ചോദിക്കാം, സെനറ്റ് എന്താണെന്ന് ചോദിക്കാം, റിപ്പബ്ലിക് എന്താണെന്ന് ചോദിക്കാം. ഇതൊക്കെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക. ഇത് വളരെ ഈസിയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിനേക്കാളൊക്കെ എന്തുകൊണ്ടും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലേറ്റ് റോമൻ എംപയറിനെ പോലെ തന്നെ ഏർലി റോമൻ എംപയറിനെ കുറിച്ചും പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് റോമൻ എംപയറിന് ത്രെട്ടായിട്ട് വന്നിട്ടുള്ള ഇസ്ലാമിക് എംപയറിനെ കുറിച്ചാണ്, അറബ് എംപയറിനെ കുറിച്ചാണ്. നമുക്ക് അപ്പോൾ അറബ് എംപയറിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സോ അതുവരേക്കും നമുക്ക് പിന്നെ കാണാം. സീ യു.